ലോകത്തിന്റെ യജമാനന്മാരെ പാവത്തിൽ ആകാശസീമകളിൽ ദശകങ്ങളായി അപ്രമാദിത്യം നടിച്ചിരുന്ന അമേരിക്കൻ സൈനിക ശക്തിക്ക് ഇറാന്റെ മണ്ണിൽ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ അളവറ്റ ആയുധബലത്തിന്റെയും പിൻബലത്തിൽ ഇറാനെ നിഷ്പ്രഭമാക്കാമെന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നൊന്നായി പിഴയ്ക്കുന്ന കാഴ്ചയാണിന്ന് ലോകം കാണുന്നത്. 2 ദശാബ്ദത്തിലേറെയായി ആഗോളതലത്തിൽ ആരും വെല്ലുവിളിക്കാനില്ലായിരുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഇറാന്റെ തദ്ദേശീയ മിസൈൽ സാങ്കേതികവിദ്യ നൽകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടിയാണ്. ഈ പോരാട്ടം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന ഏകധ്രുവ ലോകക്രമത്തിന്റെ തകർച്ചയുടെ തുടക്കം കൂടിയാണ്. അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായ F-50E സ്ട്രൈക്ക് ഈഗിളും കരസേനയ്ക്ക് കവചമൊരുക്കുന്ന A-10 തണ്ടർ ബോൾട്ടും പേർഷ്യൻ ആകാശത്ത് വെടിയേറ്റ് വീഴുമ്പോൾ അവിടെ തകരുന്നത് വെറും വിമാനങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആധിപത്യം കൂടിയാണ്. ഇറാന്റെ മിസൈൽ ശേഷിയും ഡ്രോൺ കരുത്തും താൻ പൂർണ്ണമായും തകർത്തു എന്ന് വീരവാദം മുഴക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ വെറും പൊള്ളയാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലും സുരക്ഷിതമായി പറന്നിരുന്ന കാലം അവസാനിച്ചിരിക്കുന്നുവെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ആധുനിക ആയുധങ്ങളില്ലാത്ത വിമതരോട് പോരാടി ശീലിച്ച അമേരിക്കൻ പൈലറ്റുമാർക്ക് ഇറാൻ എന്ന കരുത്തുറ്റ ശത്രുവിന്റെ പ്രഹരശേഷി ഉൾക്കൊള്ളാനായിട്ടില്ല. അത്യാധുനിക F-50 വിമാനങ്ങൾ പോലും ഇറാന്റെ തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് മുന്നിൽ നിസ്സഹായരാകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ശത്രുവിനെ അപ്രതീക്ഷിതമായി തകർക്കാൻ ശേഷിയുള്ള പതുങ്ങിയിരിക്കുന്ന വേട്ടക്കാരനെ പോലെയാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ന് പ്രവർത്തിക്കുന്നത്. താഴ്ന്ന ഉയരത്തിൽ പറന്ന് ആക്രമണം നടത്തി ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കാമെന്ന അമേരിക്കയുടെ പഴയ തന്ത്രം ഇറാൻ കൃത്യമായി പൊളിച്ചടുക്കി. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കുന്ന ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ പൈലറ്റുമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്ത് പുറത്തേക്ക് ചാടി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പൈലറ്റുമാരുടെ ദൃശ്യങ്ങൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കേറ്റ വലിയൊരു പ്രഹരത്തിന്റെ പ്രതീകമാണ്. ഇതിനു പുറമെ ശത്രു പൈലറ്റുമാരെ ജീവനോടെ പിടികൂടാൻ പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാന്റെ നടപടി അമേരിക്കയെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് അമേരിക്കൻ വ്യോമസേന കടന്നുപോകുന്നത്. സ്വന്തം രാജ്യത്ത് ജനപിന്തുണയില്ലാത്ത ഈ യുദ്ധത്തിൽ സൈനികരെ ബലി കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നതെന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ശക്തമാണ്. രക്തരഹിത യുദ്ധങ്ങൾ ചെയ്ത് ശീലിച്ച അമേരിക്കൻ ജനതയ്ക്ക് തങ്ങളുടെ സൈനികർ ഇറാനിൽ വെടിയേറ്റ് വീഴുന്നതും ബന്ദികളാക്കപ്പെടുന്നതും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ പ്രതിഷേധം വൈകാതെ തന്നെ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഇറാൻ ദുർബലമാണെന്ന അമേരിക്കൻ തിങ്ക് ടാങ്കുകളുടെ പ്രചാരണം പച്ചക്കള്ളമാണെന്ന് യുദ്ധക്കളം തെളിയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ മാതൃഭൂമിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു ജനതയുടെയും സൈന്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമേരിക്കയുടെ പണക്കൊഴുപ്പും ആയുധശേഖരവും നിഷ്പ്രഭമാകുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രത്യാക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം ഇനി ആവശ്യമില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം നിയന്ത്രിക്കാനും അതുവഴി ആഗോള ഇന്ധന വിപണിയെ സ്വാധീനിക്കാനും ഇറാന് കഴിയുന്നത് അവരെ മേഖലയിൽ അധിനിവേശ ശക്തിയാക്കി മാറ്റുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നിലപാട് ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. പാകിസ്ഥാനിലെ അമേരിക്കൻ പ്രതിനിധികളെ കാണാൻ പോലും വിസമ്മതിച്ച ഇറാന്റെ നയം അവരുടെ ഉയർന്ന ആത്മാഭിമാനത്തിന്റെ തെളിവാണ്. ഈ സംഘർഷം കേവലം സൈനിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിന്റെ ഓരോ കോണിലും അനുഭവപ്പെടും. പേർഷ്യൻ ഗൾഫിലെ അനിശ്ചിതത്വം ഇന്ധനവിലയിൽ വൻ വർധനവുണ്ടാക്കും. ഇത് ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കൻ ഡോളറിന്റെ ആഗോള മൂല്യത്തെ ബാധിക്കുകയും ലോകം ബദൽ കറൻസികളിലേക്ക് നീങ്ങാൻ കാരണമാവുകയും ചെയ്യും. കോവിഡ് കാലത്തിന് ശേഷമുള്ള ആഗോള സാമ്പത്തിക വീണ്ടെടുപ്പിനെ ഈ യുദ്ധം പൂർണ്ണമായും തകർക്കും. 1980-ലെ പരാജയപ്പെട്ട രക്ഷാദൗത്യത്തിന് ശേഷം അമേരിക്കൻ സൈന്യം ഇറാന്റെ മണ്ണിൽ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നേരിട്ട പരാജയങ്ങൾ ഇറാനിലും ആവർത്തിക്കുമെന്ന സൂചനയാണ് ഓരോ തകരുന്ന വിമാനവും നൽകുന്നത്. എത്രയൊക്കെ പരിശീലനം ലഭിച്ച പൈലറ്റുമാരാണെങ്കിലും ഇറാന്റെ ആകാശത്ത് അവർ ഇന്ന് സുരക്ഷിതരല്ല. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും തകരുന്ന വാർത്തകൾ അമേരിക്കൻ പൗരന്മാരിൽ ഭീതി പടർത്തുകയാണ്. ചുരുക്കത്തിൽ അമേരിക്ക എന്ന വൻശക്തിയുടെ അസ്തമയത്തിന് ഇറാൻ തുടക്കം കുറിച്ചിരിക്കുന്നു. മണ്ണിലും വിണ്ണിലും ഇറാൻ നടത്തുന്ന ഈ ഐതിഹാസികമായ പോരാട്ടം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തും. തങ്ങളുടെ അതിർത്തികൾ കാക്കാൻ ഇറാൻ കാട്ടുന്ന ഈ ധീരതയ്ക്ക് മുന്നിൽ ലോകം വിറയ്ക്കുമ്പോൾ അമേരിക്ക എന്ന കടലാസ് പുലിക്ക് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. സമാധാനത്തിന്റെ വാക്താക്കളായി ചമയുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇറാനുമായുള്ള പോരാട്ടം അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നതിൽ തർക്കമില്ല.